വീടിന്റെ ദിക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് 8 ദിക്കുണ്ട്. അതായത് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, പിന്നെ 4 മൂലകൾ. തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, വടക്ക് പടിഞ്ഞാറ് വായുകോണ്, വടക്ക് കിഴക്ക് ഈശാനകോണ്, തെക്ക് കിഴക്ക് അഗ്നികോണ്. ഇതില് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പ്രകാരം പറയുകയാണെങ്കിൽ ഓരോ ദിക്കുകളും വീട്ടിലുള്ള ഓരോ വ്യക്തിയെയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ കിഴക്ക് ദിക്ക് ആ വീട്ടിലെ മൂത്ത ആൺകുട്ടിയുടെ ദിക്കായിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പലർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ചിലർ പറയും, സാറേ മൂത്ത കുട്ടി ആണല്ല പെണ്ണാണ്. ഇപ്പൊ ഇവിടെ 3 മക്കളുണ്ടെന്ന് കരുതുക. മൂത്തത് ഒരു മകളാണ്, രണ്ടാമത്തെ പെൺകുട്ടിയും മകളാണ്, മൂന്നാമത്തത് വന്നിട്ട് ഒരു ആൺകുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ മൂത്ത ആൺകുട്ടിയായിട്ട് കണക്കാക്കുന്നത് ഈ മകനെയാണ്. മകനിൽ മൂത്ത ആൾ ആരാണോ അത് മൂത്ത ആൺകുട്ടി. അപ്പൊ മൂത്ത ആൺകുട്ടിയുടെ ദിക്ക് ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കിഴക്കാണ്, ഈസ്റ്റ് ആണ് മൂത്ത ആൺകുട്ടി. അപ്പോൾ ഇത് തെക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ, തെക്ക് വശത്ത് ഡൈനിങ്ങും സ്റ്റെയറും, തെക്ക് പടിഞ്ഞാറ് മാസ്റ്റർ ബെഡ്റൂം, അതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് ഒരു സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു, അത് സൂത്രം പോകാൻ എന്നുള്ള രീതിയിൽ അവർ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂം ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ലിവിംഗ് റൂമാണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ വീട് സ്ക്വയർ ഷേപ്പ് അല്ല, ഇതിന്റെ ഈസ്റ്റും നോർത്ത് ഈസ്റ്റും നമുക്ക് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈസ്റ്റ് എന്ന് പറയുന്ന ദിക്ക് സ്വാഭാവികമായും വീട്ടിൽ ഇല്ല. അപ്പോൾ ഇത്തരം വീടുകളിൽ ബഹുഭൂരിപക്ഷം വീടുകളിലും ഫെങ്ഷു പറയുന്നു മൂത്ത മകൻ പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം, അതായത് ഒന്ന് പിറന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം. അവന്റെ കഴിവിനനുസരിച്ച് അവന്റെ ഗ്രോത്ത് ഇല്ല. അവന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ അത് കാരണമായി തീരാം. അപ്പം വീട്ടിൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷു പ്രകാരം ആരോഗ്യത്തിന്റെ ദിക്കെന്ന് പറയുന്നത് കിഴക്കാണ്. കിഴക്ക് മിസ്സിംഗ് ആയ വീടുകളിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അത് കൂടുതലും മൂത്ത മകനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ദിക്കെന്ന് പറയുന്നത് കുടുംബത്തിലെ മൂത്ത ആൺകുട്ടിയുടെ ദിക്കാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അവന്റെ കഴിവിനനുസരിച്ച് ഒരു പ്രോഗ്രസ് ഇല്ല. പല കാര്യങ്ങളിലും പിറന്നോട്ട് നിൽക്കാൻ, അതായത് ഉൾവലിഞ്ഞ് നിൽക്കാനുള്ളൊരു സ്വഭാവം അവനിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം വീടുകൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് മിസ്സിംഗ് ആയിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എലമെന്റ് ബേസ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഭാഗത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വെച്ച് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ സ്വീകരണമുറിയുടെ ഈസ്റ്റിൽ കിഴക്ക് ദിക്കിന്റെ പൂർണ്ണ സംരക്ഷണത്തിനായിട്ട് നമുക്കൊരു ഗ്രീൻ ഡ്രാഗണെ വെക്കാം. അതുപോലെ തന്നെ സ്വീകരണമുറിയുടെ കിഴക്ക് വശത്ത് നമുക്കൊരു ലക്കി ബാമ്പു ലൈവ് പ്ലാന്റ് വെക്കാം. അതുപോലെ തന്നെ സ്വീകരണമുറിയുടെ കിഴക്ക് വശത്ത് നമുക്ക് മറ്റേ മുളകളുടെ ചിത്രം വെക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ദിക്ക് നഷ്ടപ്പെട്ടു പോയൊരു എനർജി നമുക്ക് കൊണ്ടുവരാനും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അതിനെ പരിഹാരമായി കണക്കാക്കാനും ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ ആ ദിക്കിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അതിന് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഓരോ വീടിൻ്റെയും അവിടെ ചെന്നുള്ള കണക്കുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫെങ്ഷു പ്രകാരം നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ടൂളുകളെ പറ്റി നമുക്ക് പോകും. ഇപ്പൊ നമ്മൾ പറഞ്ഞു കിഴക്ക് ദിക്ക് ആരോഗ്യത്തിന്റെ ദിക്കാണ്. അപ്പൊ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഇത്തരത്തിലുള്ളൊരു കലാബാഷ് അല അഥവാ ഉലു എന്ന് പറയുന്ന ഒരു ടൂൾ വേണമെങ്കിൽ നമുക്ക് ഫെങ്ഷുയിൽ ഉപയോഗിക്കാം. ഇനി ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കിഴക്ക് ദിക്കിൽ ഒരു ഡ്രാഗൺ വെക്കാൻ പറഞ്ഞു. ഡ്രാഗന്റെ ചിത്രം ഇതാണ്. ഇത് നമ്മുടെ സ്വീകരണമുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കാം. ചൈനീസ് വാസ്തുക്കളായ ഫെങ്ഷു പ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. പടിഞ്ഞാറ് വശത്ത് നമുക്കൊരു വൈറ്റ് ടൈഗർ വെക്കാം. ഇത് എല്ലാ വീടുകൾക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സൗത്തിലാണെങ്കിലോ നമുക്കൊരു ഫീനിക്സ് ബേർഡിന്റെ ചിത്രം വെക്കാം. അത് വെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് ടൈഗറും വെക്കാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വീടിന്റെ കന്നിമൂല നഷ്ടപ്പെട്ടു പോയി, ഗൃഹനാഥനും ഗൃഹനാഥയും തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇത്തരത്തിലുള്ള ഒരു മാൻഡേരിയൻ ഡെക്കിന്റെ സ്റ്റാച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഓരോ ടൂളുകളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.